വിവാഹ പാർട്ടികൾക്കിത് സുവർണാവസരം. ലേഡീസ് ജെന്റ്സ് കിഡ്സ് വിഭാഗങ്ങളിൽ കിടിലൻ കളക്ഷനുകൾ. മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളാഞ്ചേരി. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് തിരി തെളിഞ്ഞു. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് തുടക്കമായി. കഴിഞ്ഞ ദിവസം ഭക്തിനിർഭരമായ ചടങ്ങിലായിരുന്നു തിരുവാതിര മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നത്. സിനിമ സീരിയൽ താരം ഡോക്ടർ ഗോപിക അനിൽ ഭദ്രദീപം തെളിയിച്ച ആഘോഷ പരിപാടിയിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് പട്ടാമ്പിയിൽ വന്നിട്ട് ആദ്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നതും ഇവിടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു പട്ടാമ്പിയിൽ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നിട്ടുള്ള സ്ഥലം കൈത്തളി ക്ഷേത്രം തന്നെയാണ്. ഇവിടെ വരുമ്പോൾ എന്താ പറയാ, ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള അമ്പലമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോഴും എന്താ പറയാ, ഒരു പഴയ അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന ഒരു സംതൃപ്തി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ വരുമ്പം എന്തോ ഒരു പ്രത്യേക ഫീലായിരുന്നു. അതുപോലെ തന്നെ ശിവരാത്രിക്കും വന്നിട്ടുണ്ട്. പിന്നെ അമ്മയാണെങ്കിലും ക്ഷേത്രത്തെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. ഇവിടെ നടക്കുന്ന ഓരോ പരിപാടികളെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. എന്തായാലും പിന്നെ ഒരുപാട് കലാകാരന്മാർ, ഫേമസ് ആയ കലാകാരന്മാർ ഇവിടെ വന്ന് കലാപരിപാടികൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അനുഗ്രഹമാണ് ഇവിടെ ഈ തിരുവാതിര മഹോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ഈ ഒരു ഉത്സവത്തിന് പിന്നിൽ നിൽക്കുന്ന എല്ലാ ഭാരവാഹികൾക്കും പിന്നെ അതുപോലെ തന്നെ എല്ലാ കലാകാരന്മാർക്കും എൻ്റെ ആശംസകൾ. പിന്നെ ഇന്നിവിടെ വരാൻ കഴിഞ്ഞതുകൊണ്ട് പട്ടാമ്പിയിലത്തെ എൻ്റെ നാട്ടുകാരെ എനിക്ക് ഇത്രയധികം വരെ ഒരുമിച്ച് കാണാൻ പറ്റി. മലബാർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ വിജയ് അധ്യക്ഷത വഹിച്ചു. വാവന്നൂർ ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്മിത മുഖ്യാതിഥിയായി. ഡോക്ടർ ധന്യ, ആതിര, പത്മജ, വാണി, ഡോക്ടർ തുളസി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം രേഷ്മ രാജഗോപാലിന്റെ കുച്ചിപ്പിടി അവതരണവും ഉണ്ടായിരുന്നു.